ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് കെട്ടിച്ചമച്ചതെന്ന് ശ്രീനാഥ് ബാസി പ്രതി തസ്ലിമയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല, അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും തടയണമെന്നും ഹർജിയിൽ പറയുന്നു. ഹർജി ഹൈക്കോടതി ഇന്ന് തന്നെ പരിഗണിക്കുകയാണ്. ഷബ്ന സിയാദുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷബ്ന, ശ്രീനാഥ് ബാസിയുടെ അറസ്റ്റിലേക്ക് കടക്കുമെന്ന സൂചനകളൊന്നും എക്സൈസ് നൽകിയിരുന്നില്ല. അവരെ ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് പോലും നൽകിയിട്ടില്ല. അതിന് മുന്നോടിയായി തന്നെ ശ്രീനാഥ് ബാസി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബിനിൽ, തീർച്ചയായും ഈ ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് തന്നെ ഇത്തരത്തിലൊരു ഹർജി നൽകാനുണ്ടായ സാഹചര്യം തസ്ലീമ എന്ന യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏപ്രിൽ 1-നാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റോടുകൂടി ഇവരുടെ മൊഴിയിൽ ശ്രീനാഥ് ബാസിയുമായി ബന്ധമുള്ളതായി പറയുന്നുണ്ട്. അത്തരത്തിൽ പറയുന്ന ഒരു കഥ അത് വ്യാജമാണ്, കെട്ടിച്ചമച്ച കേസാണ്. എക്സൈസ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിനിമാ മേഖലയിലുള്ള പലർക്കും ഈ കഞ്ചാവുമായി ബന്ധമുണ്ട് എന്ന് ഇവർ മൊഴി നൽകിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ പേരും ഇവർ പറഞ്ഞു എന്ന് അറിയുന്നു. അതേ തുടർന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വ്യാജമായ കേസാണ്. അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്നൊരാവശ്യമാണ് ശ്രീനാഥ് ബാസി കോടതിയിൽ ഉന്നയിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുന്നുമുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാലും ഇതിൽ എക്സൈസിൻ്റെയും സർക്കാരിൻ്റെയും അടക്കമുള്ള വിശദീകരണം തേടുകയായിരിക്കും. ഒരു പക്ഷേ ഇടക്കാല മുൻകൂർ ജാമ്യം നൽകുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഏതായാലും ഈ ഹർജി പരിഗണിച്ചതിനു ശേഷം മാത്രമേ അതിൽ വ്യക്തത വരൂ. തന്നെ അറസ്റ്റ് ചെയ്യുന്നത് തടയണം എന്നൊരാവശ്യമാണ് ഏതായാലും ശ്രീനാഥ് ബാസി ഉന്നയിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ശ്രീനാഥ് ബാസി ഉന്നയിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് തടയണം, മുൻകൂർ ജാമ്യം വേണം എന്നുള്ള ആവശ്യമാണ് ശ്രീനാഥ് ബാസി ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് ഷബ്ന സിയാദ് റിപ്പോർട്ട് ചെയ്യുന്നത്.